السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء. أما بعد. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച കേരള സുന്നി സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ അടയാളമാകുന്ന ഈ മഹാസംഗമത്തിന് അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം IB ഉസ്മാൻ ഫൈസി ഉസ്താദ് അടക്കമുള്ള വ്യത്യസ്ത സുന്നി സംഘടനകളുടെയും സമുദായത്തിൻ്റെയും സാരഥികളെ, നേതാക്കളെ, വിഷയാവതാരകന്മാരെ, വളരെ സമുന്നതരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ ചടങ്ങ് വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഇതര മത പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് ഇസ്ലാമിൻ്റെ ജനാധിപത്യപരമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. മറ്റൊന്നും കൂടുതൽ പറയേണ്ടതില്ലാത്ത വിധം പുതിയ വഖഫ് ഭേദഗതി നിയമം എന്തുകൊണ്ട് തിരസ്കരിക്കപ്പെടണം, നമ്മൾ ഏതൊക്കെ ന്യായത്തിൽ അതിനോട് വിയോജിക്കുന്നു എന്നിവിടെ അനാവരണം ചെയ്യപ്പെടുകയുണ്ടായി. അധികം സമയം ഉപയോഗിക്കാതെ അതിനെ ഒന്ന് ആറ്റിക്കുറുക്കി വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, നമ്മെ ഭരിക്കുന്ന ഭരണകൂടം കൊണ്ടുവരുന്ന എല്ലാതരം സമുദായ സംബന്ധിയായ നിയമനിർമ്മാണത്തോടും പ്രതിലോമകരമായി നിൽക്കുന്ന ഒരു പാരമ്പര്യം മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ വഖഫ് എന്ന രീതി ഉണ്ടായിരുന്നു. ഇസ്ലാമിലെ പല വകുപ്പുകളും ഇലാഹികമായ സംവിധാനമായതിനാൽ മതേതര സമൂഹം വളരെ താല്പര്യത്തോടുകൂടെ പഠിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തിരുന്നു. സക്കാത്തും വഖഫുമൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. കളക്റ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ഒരു കാറ്റഗറിയിലാണ് വഖഫ് വരുന്നത്. ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ദൈവത്തിനെന്തിനാണ് തോട്ടങ്ങളും നിലവും സ്ഥാവര ജംഗമ വസ്തുക്കളും മന്ദിരങ്ങളും എന്നൊക്കെ ഏറെയുള്ള ചോദ്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നതിൻ്റെ താല്പര്യം കാലക്രമേണ അത് അന്യാധീനപ്പെട്ടു പോകാതെ കർശനവും കണിശവുമായൊരു ജാഗ്രത അതേ സംബന്ധിച്ച് അതിൻ്റെ കൈകാര്യകർത്താക്കൾക്കുണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ വഖഫ് ചെയ്യപ്പെട്ട മൗഖൂഫായ മന്ദിരങ്ങളും സ്ഥാവര ജംഗമ വസ്തുവകകളും ഇന്നും അതേപോലെ സംരക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ വകുപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഇതിൻ്റെ പ്രമാണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊതുസമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാത്ത കാലത്തോളം നിങ്ങൾ ഗുണം പ്രാപിക്കില്ല എന്ന പരിശുദ്ധ ഖുർആൻ്റെ പ്രമാണത്തെ നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ് വഖഫിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുസ്തഹബാക്കിയത്. പുണ്യ നബി വഖഫ് ചെയ്തിരുന്നു. സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഗളന്മാരും ഡൽഹി സുൽത്തനറ്റിൻ്റെയും ഒക്കെ കാലത്ത് പാടനേകം വസ്തുവകകൾ വഖഫ് ചെയ്യപ്പെട്ടിരുന്നു. ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര സാഹിത്യം വായിച്ചാൽ മുസ്ലിം മിഡീവൽ ക്ലാസിക് കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും പോലും അനുയോജ്യമാവും വിധം വഖഫിനെ വ്യവസ്ഥപ്പെടുത്തുകയും മുസ്ലിം രാജ്യങ്ങളിൽ ആ പതിവ് വളരെ മനോഹരമായി നടക്കുകയും ചെയ്തിരുന്നു എന്ന് പരാമർശിക്കുന്നത് കാണാം.
മാത്രവുമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു കണക്ക് പ്രകാരം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 8.7 ലക്ഷം പ്രോപ്പർട്ടീസ് ഉണ്ട് മൗക്കൂഫായ സ്വത്തുവകകളായി. 9.4 ലക്ഷം ഏക്കർ ഭൂമി മാത്രമുണ്ട് വഖഫ് ചെയ്യപ്പെട്ടതായി. 1.2 ലക്ഷം കോടി രൂപയുടെ സ്വത്തുണ്ട് വഖഫ് ചെയ്യപ്പെട്ടതായി. സർക്കാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിലൊരു മെൻഷൻ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കെടുകാര്യസ്ഥതയില്ലാതെ, കൃത്യവിലോപമില്ലാതെ, ഉത്തരവാദിത്തത്തോടുകൂടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യപ്പെട്ടാൽ 1000 കോടിയിലേറെ പ്രതിവർഷം ഇൻകം കിട്ടുന്ന സ്വത്തുണ്ട് ഇന്ത്യയിൽ വഖഫ് ചെയ്യപ്പെട്ടതായി. പക്ഷേ പലതും അന്യാധീനപ്പെട്ടു പോയതിനാൽ കേവലം 160 ചില്ലാനും കോടിയേ കിട്ടുന്നുള്ളൂ. ഡിഫൻസീവ് മന്ത്രാലയത്തിൻ്റെയും ഇന്ത്യൻ റെയിൽവേയുടെയും കീഴിലുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും വലിയ ഭൂ ഉടമകളാണ് വഖഫ് ബോർഡ് എന്ന് ഇവർ പറയുമ്പോൾ, അവിടെ നമ്മൾ അതിനോട് വിയോജിക്കുന്ന ഒരു തലം, സർക്കാരിൻ്റെ ഭൂമിയും വഖഫിൻ്റെ ഭൂമിയും തമ്മിൽ കൃത്രിമമായ ഒരു ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുകയാണ്. ഇവിടെ ആരും ലാൻഡ് ജിഹാദ് നടത്തിയിട്ടല്ല വഖഫിന് ഭൂമി ഉണ്ടാക്കുന്നത്. ഇന്ത്യ രാജ്യം, ഫെഡറൽ ഇന്ത്യ, റിപ്പബ്ലിക് ഇന്ത്യ, സ്വദേശ ഗവൺമെൻറ് വരുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇവിടെ വഖഫ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ആദ്യമായി ഒരു വഖഫിന് റെഗുലേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ആധുനിക ചരിത്രത്തിൽ 1913. പിന്നീട് 1923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെ വ്യവസ്ഥപ്പെടുത്തി. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 54 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു സമഗ്രമായ വഖഫ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഏകദേശം 1995 വരെ ആ നിയമമായിരുന്നു ഇന്ത്യയിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട വഖഫ് നിയമം. അതനുസരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു വഖഫ് കൗൺസിലും ധാരാളം വഖഫ് ട്രിബ്യൂണലുകളും രൂപവൽക്കരിക്കപ്പെടുകയുണ്ടായി. ഇന്നും ഇന്ത്യയിൽ 32 വഖഫ് ബോർഡാണുള്ളത്, ഒരു വഖഫ് കൗൺസിലും ധാരാളം ട്രിബ്യൂണലുകളും. 2013 കേന്ദ്ര ഗവൺമെൻറ് ഇതിനും ഭേദഗതി കൊണ്ടുവന്നു. ഞാനിതിൻ്റെ ചരിത്രം പറയുന്നത്, ഇത്തരം ഭേദഗതികളോട് നിങ്ങളാരെങ്കിലും, ഇവിടെ മുതിർന്ന തലമുറ ഇരിക്കുന്നുണ്ടല്ലോ ഈ ആയിരങ്ങളിൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ധമായി ഇത് മുസ്ലിം സമുദായത്തെ ഭരണകൂടം വേട്ടയാടുന്ന ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നോ? നാളിതുവരെ ഭരണകൂടങ്ങൾ നടത്തിയിരുന്ന ഇത്തരം ആമെൻമെൻറ്റുകൾ വഖഫ് നിലനിർത്താനായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആമെൻമെൻറ്റിനോട് നമ്മളാരും മുഖം തിരിക്കുന്നില്ല. അതിൻ്റെ ബോഡി, അതിൻ്റെ കൗൺസിൽ, അതിൻ്റെ ഓർഗാനോഗ്രാം ഉണ്ടാകുമല്ലോ, അംഗങ്ങളുടെ എണ്ണം, അതിൻ്റെ പ്രാതിനിധ്യം. അത് വഖഫിൻ്റെ അന്തസത്തയോട്, അന്തസാരത്തോട്, പവിത്രതയോട് നീതി പാലിക്കുന്ന കാലത്തോളം നമ്മളാരും അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. ഒരു ഭീകര പ്രസ്ഥാനമാണ് വഖഫ് ബോർഡ്, അല്ലെങ്കിൽ ഒരു ഭീകര കൃത്യമാണ് വഖഫ് എന്നുള്ള പ്രചരണം നടക്കുന്നു. ലളിതമായ ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്നറിയോ? ഫിലോസഫിയിൽ ഒരു ലോ ഉണ്ട്, പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയും. എന്താണ് ഈ പോസ്റ്റ് ഫാക്ടോ റീസണിങ്? സംഭവിക്കരുതാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അത് പിന്നെ നല്ലതിനാണെന്ന് വരുത്തുക. പൊതുവെ ഒരു സമ്മേളനം കൂടുമ്പോൾ മഴ പെയ്യാതിരിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. ഇനി അങ്ങ് പെയ്തു എന്ന് കൂട്ടിക്കോ, അപ്പോൾ നമ്മൾ പറയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പെയ്തത് എന്ന്. അതിനാണ് പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയുക. ഫാക്റ്റ് ഉണ്ടായതിന് ശേഷം അതിനെ ന്യായവൽക്കരിക്കുക. അതേപോലെ ചിന്തിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് വഖഫിനെ ഇങ്ങനെ ദേശീയ അന്തർദേശീയ ചർച്ചയാക്കി നിർത്തിയതിൻ്റെ ഫലമായി എന്താണ് വഖഫ് എന്ന് ഇന്ത്യ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സെക്കുലർ മീഡിയകളുടെ ചർച്ച അതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ ChatGPTയും AI-യും ഉപയോഗിച്ചുകൊണ്ട്, വിക്കിപീഡിയ ഉപയോഗിച്ചുകൊണ്ട് വഖഫ് പഠിക്കുകയാണ്, അതിൻ്റെ കർമ്മശാസ്ത്രം പഠിക്കുകയാണ്. നാം മുസ്ലിം സമൂഹവും അത് പഠിക്കുകയാണ്. അങ്ങനെ ഒരു ഗുണം ഇതുകൊണ്ടുണ്ടായി. ഈ ഗുണങ്ങൾ പഠിച്ചപ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലായി വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക സിസ്റ്റമാണ്, പൊതുസമൂഹം കടം കൊള്ളേണ്ട സിസ്റ്റമാണ് എന്ന്. ഇസ്ലാമിൻ്റെ ബാങ്കിങ്ങും പലിശരഹിത സംവിധാനങ്ങളും ഇവിടെ മതേതരമായി ഗവൺമെൻറ് തന്നെ ഇനാക്ട് ചെയ്യേണ്ടതാണ് എന്ന് ഇടയ്ക്കിടെ ഇവിടെയുള്ള ഭരണാധികാരികൾ പറയാറുണ്ടല്ലോ.
അതേപോലെയുള്ള ഒരു വകുപ്പാണ് വഖഫ് എന്ന് പൊതുസമൂഹത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ലാൻഡ് ജിഹാദ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ്. ഞാനതിൻ്റെ ഈ ഭേദഗതി നിയമത്തിൻ്റെ ചില 1-2 നമ്മൾ വിയോജിക്കുന്ന പോയിന്റുകൾ, അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇനി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നേരത്തെ ഇവിടെ ഉസ്താദ് വായിച്ച ആ കണ്ടന്റിൽ അത് ഉണ്ടായിട്ടുണ്ട്. സെക്ഷൻ 3I നമുക്കറിയാം, 1995 വഖഫ് നിയമപ്രകാരം വഖഫിൻ്റെ കർമ്മശാസ്ത്രപരമായ വകുപ്പ് അതിൽ സാധുവായിരുന്നു. എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? കർമ്മശാസ്ത്രത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഹബ്സ് മാലിൻ യുന്തഫഉ ബിഹി മാ ബഖായിൽ ഐൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു താരീഫ്. വസ്തുവക നശിക്കാതെ അതിൻ്റെ ഗുണഫലം, അതിൻ്റെ അനുഭവം സമൂഹത്തിന്, സമുദായത്തിന്, മനുഷ്യർക്ക്, പ്രകൃതിക്ക് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക. തേങ്ങ വഖഫ് ചെയ്യാൻ പാടില്ല എന്ന മലയാളം, തെങ്ങ് പാടുണ്ട്. വസ്തു നശിക്കാൻ പാടില്ല. അവിടെ 4 കണ്ടീഷനാണ്, അർക്കാനാണുള്ളത്. ഒരു വാക്കിഫ് ഉണ്ടാകണം, വഖഫ് ചെയ്യുന്ന വ്യക്തി ഉണ്ടാകണം, അതിനെ സാധൂകരിക്കുന്ന ഒരു സീഗ, ഒരു സെൻറ്റൻസ് ഉണ്ടാകണം. പിന്നെയോ മൗഖൂഫ് ചെയ്യപ്പെടുന്ന വസ്തു ഉണ്ടാകണം, വാക്കിഫ് ഉണ്ടാകണം, സീഗ ഉണ്ടാകണം, ഒരു മൗഖൂഫ് അലൈഹി ഉണ്ടാകണം. അതിൻ്റെ ഉപയോക്താക്കൾ, അതിൻ്റെ പ്രയോക്താക്കൾ, അനാഥർ, അഗതികൾ, യാത്രക്കാർ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ജിഹത്ത് ഉണ്ടാകണം. ഇങ്ങനെ ഒരു വഖഫ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് കർമ്മശാസ്ത്രത്തിൻ്റെ നിയമം. വഖഫ്തുഹു ലില്ലാ ജഅൽതുഹു വഖഫ അബ്ബത്തുഹു ഫീ സബീലില്ലാ തുടങ്ങിയ പദങ്ങൾ സാധുവായ പദങ്ങളാണ്. ഇതിനാണ് വെർബൽ വഖഫ് എന്ന് പറയുക, വോക്കൽ വഖഫ് എന്ന് പറയുക. 1995 നിയമപ്രകാരം ഇത് സാധുവായിരുന്നു. പക്ഷേ പുതിയ സെക്ഷൻ I പ്രകാരം ഈ വെർബൽ വഖഫ് അസാധുവായിരിക്കുന്നു. അങ്ങനെ ഒരു ക്ലോസ് ഇനി മുതൽ ഇല്ല, വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ ചില ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കും, മീഡിയ ചർച്ചകളിൽ കേൾക്കാറുണ്ട്. അത് നല്ലതല്ലേ? വാക്കാൽ വഖഫ് മാത്രം ചെയ്താൽ, വാക്കാൽ മാത്രം വഖഫ് ചെയ്താൽ പിൽക്കാലത്ത് അതേ സംബന്ധിച്ച് അത് ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആകില്ലേ, ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആകില്ലേ? അതുകൊണ്ടൊരു ഡോക്യുമെൻറ്റേഷൻ നല്ലതല്ലേ എന്നാണ് അതിൻ്റെ ന്യായം. പക്ഷേ ചോദിക്കട്ടെ, അതൊരു പുലിവാലി പഠിപ്പിക്കലാണ്. കേൾക്കുമ്പോൾ മനോഹരമാണെങ്കിലും അതിൻ്റെ പിറകിലൊരു ചതിയുണ്ട്. നമുക്കറിയാം, ഒരു 50 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പുള്ള നമ്മുടെ ഏതെങ്കിലും സ്വത്തിൻ്റെ രേഖ തേടി രജിസ്ട്രേഷൻ ആഫീസിൽ പോയാൽ എന്തേ മറുപടി കിട്ടുക? ചെതല് തിന്നു കളഞ്ഞു എന്ന് പറയും, ഫയൽ മണ്ണായിപ്പോയി എന്ന് പറയും. 1000ഉം 2000ഉം അല്ല, 500ഉം 200ഉം 300ഉം 100ഉം കൊല്ലം മുമ്പ് വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുടെ അതിൽ അജ്മീർ ദർഗ പെട്ടു, സമ്പൽ ഷാഹി മസ്ജിദ് പെട്ടു, ഡൽഹി ജുമാ മസ്ജിദ് പെട്ടു. അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക പ്രതിനിധാനങ്ങളായ, പ്രതീകങ്ങളായ സർവ്വ മന്ദിരങ്ങളും പെട്ടു. ആ മന്ദിരങ്ങൾക്കൊന്നും ഡോക്യുമെൻറ്റുകൾ കിട്ടില്ല. ഡോക്യുമെൻറ്റുകൾ ഇല്ലാതെ വന്നാൽ അവിടെ സെക്ഷൻ Iൽ അല്ല, സെക്ഷൻ 6ൽ വേറൊരു കൊളുത്ത് വെക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അതേപോലെ സെക്ഷൻ 40 വേറൊരു കൊളുത്ത് വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മന്ദിരത്തെയോ ഭൂമിയെയോ സംബന്ധിച്ച് വഖഫിൻ്റെതാണോ അല്ലേ എന്ന ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, ഇതേവരെ അതേ സംബന്ധിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡിനായിരുന്നു അധികാരമെങ്കിൽ, മേലിൽ ഏത് ജില്ലയിലാണോ ആ തർക്കമുണ്ടായത് ആ ജില്ലാ കളക്ടർക്കാണ് അതിൻ്റെ ചുമതല. ജില്ലാ കളക്ടർക്കാണ് ചുമതല എന്ന് മാത്രമല്ല, ഈ ഡിസ്പ്യൂട്ട് അപവാദമുണ്ടായ സെക്കൻഡ് മുതൽ അത് പിന്നെ വഖഫിൻ്റെ പ്രാബല്യം ആ മന്ദിരത്തിനോ ആ ഭൂമിക്കോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആരാണ് ഈ ജില്ലാ കളക്ടർ? സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥയല്ലേ? ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡുകളുടെ കസ്റ്റോഡിയനായ ജില്ലാ കളക്ടർ എങ്ങനെയാണ് ഒരു ഭാഗത്ത് സർക്കാരും മറ്റൊരു ഭാഗത്ത് വഖഫ് ബോർഡും നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് മധ്യസ്ഥം വഹിക്കുക? അതാണ് അവിടെയുള്ള പ്രശ്നം. അപ്പോൾ 200ഉം 300ഉം കൊല്ലം മുമ്പുള്ള രേഖ ഹാജരാക്കാൻ നിങ്ങൾ പറയുന്നത് മൗഢ്യമല്ലേ എന്നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിന് സമാനമായ ഒരു വേർഡിക്ഷനിലൂടെ അവരോട് ചോദിച്ചത്. തൽസ്ഥിതി തുടരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ. ഈ മെയ് 5-നാണ് അതിൻ്റെ 2ാമത് സുപ്രീം കോടതി ആ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. കപിൽ സിബൽ അത് ഉന്നയിച്ചു. നമുക്ക് പറയാനുള്ളത് 500ഉം അതിലേറെയും കൊല്ലങ്ങൾക്ക് മുമ്പേ വഖഫ് ചെയ്യപ്പെട്ട വഖഫ് ഭൂമിയുടെ അടിയാധാരം ചോദിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് എങ്കിൽ, ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ
നിങ്ങൾ അജ്മീർ ദർഗയുടെ രേഖ ചോദിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായി അർഹതയില്ല. അത് ഇന്ത്യയുടെ പ്രതീകമാണ്. അതാണ് അവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, സെക്ഷൻ 6 സെക്ഷൻ 6 ലോക സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ അപമാനിക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നത്. ഇല്ലോജിക്കായ നിയമം, യുക്തിരഹിതമായ നിയമം. എന്താ നിയമം? ഇനി മുതൽ എല്ലാവർക്കും വഖഫ് ചെയ്യാനുള്ള അവകാശമില്ല. ഇനി വഖഫ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി those who has been practicing and demonstrating Islam for 5 years, അതാണ് ക്ലോസ്. 5 കൊല്ലം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ലേ എന്ന് കപിൽ സിബൽ ചോദിച്ചു. കർമ്മശാസ്ത്രത്തിൽ എല്ലാ മദ്ഹബും നോക്കിയാൽ അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാം. ഇവിടെ കൊടുങ്ങല്ലൂരിലെ പള്ളി ആരാ കൊടുത്തത്? ചേരമാൻ പെരുമാളല്ലേ സ്ഥലം കൊടുത്തത്. ഖാദി മുഹമ്മദ് മുഹിയുദ്ദീൻ മാല എഴുതിയ നവർ അല്ലാഹു മർക്കദ, അദ്ദേഹത്തിന്റെ വരിയുണ്ടല്ലോ, വസാമിരിയു മാ കുഫ്രിഹി ലി ദീനിനാ ഹറബഹും വബാസലുൽ ഖാദഇനാ. സാമൂതിരിക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താ? യജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യദ്ഉ ലിസാമിരി, സാമൂതിരിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അദ്ദേഹം കാരണം പറഞ്ഞു, വസാമിരിയു മാ കുഫ്രിഹി ലി ദീനിനാ. അദ്ദേഹം നോൺ മുസ്ലിം ആണെങ്കിലും നമ്മളെ മതത്തിന് വേണ്ടി അനുകൂലമായി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹാറബഹും പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത മനുഷ്യനാണ്. വഖഫ് ഭൂമിയും വഖഫ് മന്ദിരങ്ങളും തന്ന വ്യക്തിയാണ്. ഇനി മുതൽ ഗവൺമെന്റ് നിയമം ഭേദഗതി ചെയ്തു. അമുസ്ലിങ്ങൾക്ക് ഇവിടെ വഖഫ് ചെയ്യാനുള്ള അവകാശമില്ല. എത്രമേൽ മൗഢ്യമായ നിയമമാണ് ഈ നിയമം. മാത്രവുമല്ല, നമ്മൾ CAA സമയത്ത് നമ്മൾ ഉന്നയിച്ച ഒരു വാദഗതി ഉണ്ടായിരുന്നു. എന്താ വാദഗതി? വിശ്വാസം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒരു ആസ്ക്രൈബ്ഡ് ക്വാളിറ്റി അല്ല. സോഷ്യോളജി പഠിക്കണം അവര്. മതം ഒരു അച്ചീവ്ഡ് ക്വാളിറ്റിയാണ്. എന്താണ് ആസ്ക്രൈബ്ഡ് ക്വാളിറ്റി? ആസ്ക്രൈബ്ഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജന്മാർജിതമായിട്ടുള്ള ഗുണങ്ങളാണ്. ജാതി അങ്ങനെയാണ്, ജാതി മാറ്റാൻ പറ്റില്ല. കാരണം ജന്മം കൊണ്ടാണ് ജാതി വർണ്ണത്തിൽ ഒരു കാറ്റഗറി ലഭിക്കുന്നത്. പക്ഷേ മതം അച്ചീവ്ഡാണ്. മതം ഒരു സെക്കൻഡ് കൊണ്ട് മാറാം. ഞാൻ അകത്തേക്ക് വലിച്ച ശ്വാസത്തിൽ എൻ്റെ മതം ഒന്നും, ഞാൻ പുറത്തേക്ക് തള്ളുന്ന നിശ്വാസത്തിൽ ഉച്ഛ്വാസത്തിൽ മതം മറ്റൊന്നുമാകാം. അത് തന്നെയല്ലേ വിശ്വാസം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ശ്വാസം എന്നല്ലേ സൂഫികൾ അർത്ഥം കൊടുക്കാറുള്ളത്. ഒരു ശ്വാസത്തിന് മാറാൻ പറ്റുന്ന വിശ്വാസം. 5 കൊല്ലം ഇസ്ലാം പ്രാക്ടീസ് ചെയ്താൽ, അവിടെ ഒരു വാക്ക് കൂടി അവർ സൂചിപ്പിച്ചു, ഡെമോൺസ്ട്രേറ്റിംഗ്. എന്താണ് ഈ ഡെമോൺസ്ട്രേഷൻ? ഇവർ നിയമമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ചട്ടം ഉണ്ടാക്കിയിട്ടില്ല. നിയമത്തിന് ചട്ടം ഇനി വരാൻ പോകുന്നുണ്ട്. ചട്ടം വരുമ്പോൾ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ അവർ പറയും. അവർ പറയുന്നത് പോലെയുള്ള ഒരു ദേശീയ മുസ്ലിം ആയിരിക്കണം. ദേശീയ മുസ്ലിങ്ങൾക്ക്, അവർ പറയുന്ന ചട്ടം പാലിക്കുന്ന മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നാളെ കേൾക്കാൻ പോകുന്ന കാര്യം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ചുരുക്കട്ടെ. അതിൻ്റെ കൂടെ അതിമാരകമായ വേറൊരു കാര്യം. എന്തേ? വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന കാറ്റഗറി എടുത്തു കളഞ്ഞു. സെക്ഷൻ 6 വേറെ പ്രശ്നമാണ്. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ എന്താ? വ്യവഹാരം കൊണ്ട് പ്രലോഭങ്ങളായ കാലഘട്ടം, നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ വഖഫായി കൈകാര്യം ചെയ്യുന്ന മന്ദിരങ്ങളാണെങ്കിൽ അത് വഖഫ് തന്നെയാണെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഇതേവരെയുള്ള ഇതപര്യന്തമായ നിയമങ്ങളൊക്കെയും. പക്ഷേ ഇവർ കൊണ്ടുവന്നു വഖഫ് ബൈ യൂസർ എന്ന ക്ലോസ് വേണ്ട, രേഖ ഹാജരാക്കിയിരിക്കണം. എന്നിട്ടോ വഖഫ് ബോർഡിൻ്റെ ഘടന മാറ്റി, സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ ഘടന മാറ്റി. 2 പേര് നിർബന്ധമായി മുസ്ലിങ്ങളായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളതിനെ കേവലം ഒരു വാശിപ്പുറത്തല്ലേ എതിർക്കുന്നത്. ദേവസ്വം ബോർഡിൽ അങ്ങനെയുണ്ടോ, ചർച്ച് ബോർഡിൽ അങ്ങനെയുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല. അവർ ചെയ്യുന്നത് കൊണ്ട്, അവർക്കില്ലാത്തത് കൊണ്ട് നമുക്കും പാടില്ല. ദേവസ്വം ബോർഡിന് കുറേ സ്വത്തുണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ മുസ്ലിങ്ങളില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിൽ മുസ്ലിങ്ങൾ വഖഫിന് വേണ്ട എന്നുള്ള ദുർബലമായ വാദമൊന്നും നമുക്കില്ല. നീതി എല്ലാവർക്കും കിട്ടണം. അവരങ്ങനെയായതുകൊണ്ട് നമ്മളിങ്ങനെ എന്നുള്ളതല്ല. ചർച്ച് ബോർഡിൽ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് നമുക്കും കിട്ടണം എന്നല്ല. ഇതിനൊരു സത്യസന്ധതയുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ 22 പേരാണ് വഖഫ് കൗൺസിൽ ഉണ്ടാകുക. എൻ്റെ പുതിയ ഭേദഗതി 2 പേര് നിർബന്ധമായും നോൺ മുസ്ലിം ആകണം. പിന്നെ മുസ്ലിമായി ഉണ്ടാവുക ഉറപ്പുള്ളത് 9 പേര് മാത്രമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ വിഷയമല്ല. ആരാണ് ഈ 9 പേർ? സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ ചെയർമാൻമാരിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം വരുന്ന, ഊഴം വെച്ച് വരുന്ന 3 പേർ. പിന്നെയോ 2 മതപണ്ഡിതന്മാർ. പിന്നെയോ മുത്തവല്ലിയുടെ പ്രതിനിധി. പിന്നെ 3 മതപണ്ഡിതന്മാർ, മതസംഘടനകളെ പ്രതിനിധീകരിക്കുന്ന 2 പേർ.
ഈ 9 പേരെ മുസ്ലിങ്ങൾ ആവുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കി 2 പേര് നിർബന്ധമായും നോൺ മുസ്ലിം ആയിരിക്കണം. ബാക്കി ഈ 2ഉം 9ഉം കഴിച്ച 11ഉം കഴിച്ച 11 അത് പാർലമെന്റ് മെമ്പർമാരാണ്, രാജ്യസഭ ലോക്സഭ മെമ്പർമാരാണ്, മജിസ്ട്രേറ്റ് ആണ്, എമിനന്റ് പേഴ്സണാലിറ്റീസ് ആണ്, ബാർ കൗൺസിൽ അംഗങ്ങളാണ്. അത് മുഴുവനും നോൺ മുസ്ലിംസ് ആവാനും ന്യായമുണ്ട്. അവ പ്രത്യക്ഷത്തിൽ 2 അമുസ്ലിങ്ങളല്ലേ വരുന്നുള്ളൂ. അതൊരു പക്ഷേ ന്യൂനപക്ഷ മന്ത്രിയും ഒരു ജഡ്ജും ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ പുകയുന്നത് എന്ന് ചോദിച്ചാൽ 2 അല്ല, ഒരു പക്ഷെ 13 പേര് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളാവാൻ ന്യായമുണ്ട്. എന്നിട്ട് ജിഹാദി കോടതി എന്നിവർ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന ഈ ട്രിബ്യൂണൽ ഒരു വിധി പ്രസ്താവിച്ചാൽ, ഇതാണ് സംഘ് പരിവാറിന്റെ പ്രവചനം, വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ, അതിനെതിരെ ഹർജി ഫയൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കോടതിയിൽ പോകാൻ പറ്റില്ല, ജിഹാദി കോടതിയായ ട്രിബ്യൂണലിലെ പോകാൻ പറ്റൂ. ട്രിബ്യൂണൽ ആരാ ഉള്ളത്? ഒരു ജില്ലാ ജഡ്ജ്, അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ്, പിന്നെ ഒരു മതപണ്ഡിതനും. ഇതേ പേരെയുള്ള നിയമം അതാണ്. പക്ഷേ വഖഫ് ഭേദഗതി നിയമപ്രകാരം ഈ മതപണ്ഡിതന് അവിടെ സ്ഥാനമില്ല. പിന്നെ കണ്ണിൽ പൊടിയിടാൻ സെൻട്രൽ വഖഫ് കൗൺസിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡാണെങ്കിലും അത് തന്നെയാണ് പ്രധാനമന്ത്രിയും ഇടക്കിടക്ക് പറയാറുള്ളത്, 2 മുസ്ലിം സ്ത്രീകൾ ഉണ്ടാകണമെന്ന്. വെറുതെ ചട്ടം കെട്ടി ആ വശത്തേക്ക് നമ്മൾ പോവണ്ട. മുസ്ലിം സ്ത്രീകളല്ല. ഒരു കാര്യം വിനയാന്വിതമായി പറയട്ടെ, മുസ്ലിം സ്ത്രീകളെ കാര്യം നോക്കും മുമ്പ് നീതിയാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ സെക്കൻഡിലും ഹിന്ദു ആക്ട് പ്രകാരം ഈ രാജ്യത്തെ ഹിന്ദു സ്ത്രീകൾക്ക് ഹിന്ദു ആക്ട് പ്രകാരം പിതാവ് മരണപ്പെട്ടാൽ സ്വത്തവകാശത്തിന് അർഹതയില്ല. മുസ്ലിം കുടുംബമാണെങ്കിൽ പെണ്ണിന് പകുതിയെങ്കിലും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പകുതിയെങ്കിലും എന്നുള്ളത് വിശാലമായി പഠിച്ചാൽ ആണും പെണ്ണും അനന്തര സ്വത്ത് ദായക്രമത്തിൽ ഒന്നിച്ചു വരുന്നത് 34 സന്ദർഭങ്ങളിലാണ്. 5 സന്ദർഭങ്ങളിലാണ് ആണിന് പെണ്ണിൻ്റെ ഇരട്ടി കിട്ടുന്നത്. 11 സന്ദർഭങ്ങളിൽ ബറാബറാണ്. 14 സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലാണ്. 4 സന്ദർഭങ്ങളിൽ പെണ്ണിനേ ഉള്ളൂ, ആണിനില്ല. ഞാൻ ആ വിഷയത്തേക്കല്ല പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി. പക്ഷേ ഇവിടെ ഹിന്ദു ആക്ട് പ്രകാരം ഹിന്ദു പെൺകുട്ടികൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ അനന്തരാവകാശമില്ലാത്ത രാജ്യമാണ് 2025. നിങ്ങൾ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന നേരത്ത് ഹിന്ദു ആക്ടിൽ ഭേദഗതി എന്തേ കൊണ്ടുവരാത്തത്? മുസ്ലിം സ്ത്രീകളെ മുതലക്കണ്ണീർ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒഴുക്കുന്ന നേരത്ത് അവിടെ ഹൈന്ദവ സഹോദരിമാരില്ലേ? ഞാൻ ആ ഭാഗത്തേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോവുകയല്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് മുസ്ലിം ഇഷ്യൂ അല്ല. ഇത് ഭരണഘടനാപരമായ പ്രശ്നമാണ്. മതേതര രാജ്യത്തിൻ്റെ ഭീഷണിയാണ്. ഇന്ത്യൻ ഭരണഘടനയെ, എൻ്റെ അവസാന ഭാഗം, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നത്, നമ്മൾ അംഗീകരിക്കുന്നത് കേവലം ഒരു അർത്ഥമറിയാതെയുള്ള ഒരു മുഖസ്തുതിയല്ല. ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നത് മനസ്സാ തന്നെയാണ്. കാരണം ഇത്ര മനോഹരമായൊരു ഭരണഘടന ലോകത്ത് ഒരിടത്തും മറ്റൊരു രാജ്യത്തും കാണുക സാധ്യമല്ല. ഓൾ പേഴ്സൺസ് ആർ എൻടൈറ്റിൽഡ്, ഈക്വലി എൻടൈറ്റിൽഡ് ദ റൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ആർട്ടിക്കിൾ 25. ഞാൻ അർത്ഥം പറഞ്ഞ് നേരം കളയുന്നില്ല, പ്രബുദ്ധമാണ് ഈ സദസ്. ആലോചിച്ച് നോക്കൂ. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ദ ഫ്രീഡം ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ദ റൈറ്റ് ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് ദി റിലീജിയൻ. ഇത്ര മനോഹരമായൊരു ഭരണഘടന ലോകത്തുണ്ടോ? സബ്ജക്ട് ടു ദി പബ്ലിക് മൊറാലിറ്റി, ഓർഡർ ആൻഡ് ഹെൽത്ത്. ഇതാണ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 40 എന്താണ്? 14 എന്താണ്? അതിനേക്കാളും മനോഹരമായ ഒരു വകുപ്പാണ് 14 ഉള്ളത്. ദിസ് നാഷൻ ഷാൾ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ദി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശാതിർത്തികൾക്കുള്ളിൽ നിയമത്തിന് മുമ്പിൽ പൗരന്മാരും തുല്യർ, പൗരന്മാർക്ക് മുമ്പിൽ നിയമവും തുല്യർ. ഇങ്ങനെ നീതിയുക്തമായ നിയമ സംയമനവും നിയമപാലനവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇത്രയും മനോഹരമായ ഭരണഘടന ലോകത്തുണ്ടോ? ഇവിടെ ലാൻഡ് ജിഹാദ് ആരോപിക്കുന്ന മുസ്ലിം സമൂഹം ഇന്ത്യയെ കുട്ടി താലിബാനും കുട്ടി പാകിസ്ഥാനുമാക്കാനാണ് ഇതിൻ്റെ പിറകിലൂടെ ശ്രമിക്കുന്നത് എന്ന പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ആളുകൾ നേരം കിട്ടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 ഒന്ന് വായിക്കാൻ തയ്യാറാകണം. ഇതൊക്കെയാണ് കോടതിക്ക് പറയാനുള്ളത്, ഇതൊക്കെയാണ് വിവരമുള്ളവർക്ക് പറയാനുള്ളത്. എന്തേ 26 പറയുന്നത്? 26 പൊന്നുകൊണ്ട് ആലേഖനം ചെയ്യേണ്ട ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അബ്രപാളിയിൽ
കനകലിപികളാൽ മുദ്രണം ചെയ്യേണ്ട ഏറ്റവും വിശുദ്ധമായ പരാമർശമാണ് 26 പറയുന്നത് സബ്ജക്റ്റ് ടു പബ്ലിക് മൊറാലിറ്റി, ഓർഡർ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൊതുധാർമ്മികത, പൊതു ആരോഗ്യം, ക്രമസമാധാന പാലനം എന്നിവയ്ക്ക് വിധേയമായിക്കൊണ്ട് ഓൾ റിലീജിയസ് ഡിമോണിഷൻസ് ഓർ എനി സെക്ഷൻ therefore shall have the right. ഏത് മതവിഭാഗത്തിനും ഉപവിഭാഗത്തിനും ഒരവകാശമുണ്ട്. എന്തിൻ്റെ അവകാശമാണെന്നല്ലേ? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. ധർമ്മപരവും മതപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാൻ അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന പറയുന്നു and to manage its affairs in the matters of religion. എങ്ങനെയാണോ മതം പറയുന്നത് അതേപോലെ ഇതിനെ പരിപാലിക്കാനും ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നു. അടുത്ത വാക്കാണ് വഖഫുമായി ബന്ധപ്പെട്ട വാക്ക്. and own and acquire movable and immovable property. സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള വസ്തുവകകളെ സ്വായത്തമാക്കാനും അതിനെ ഉടമപ്പെടുത്താനും ഇന്ത്യയിലെ എല്ലാ വ്യക്തിക്കും മതസമൂഹത്തിനും ഉപസമൂഹത്തിനും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നു. ആൻഡ് ടു അഡ്മിനിസ്ട്രേറ്റ് സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. നിയമപരമായി അത്തരം സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നാം ഭരണഘടനയെ ബഹുമാനിക്കുന്നത് വെറുതെ അല്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. മറ്റൊരു കാര്യം, ഈ വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര ഗവൺമെന്റ് ചുട്ടെടുത്തപ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം എന്താണ് കഥയെന്നറിയാതെ അമിതമായി ആഹ്ലാദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളാരും മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി അനുഭവിക്കുന്ന 600 കുടുംബത്തിൻ്റെ വേദനകളോട് പുറംതിരിയുന്നവരല്ല. സൂഫി ഇസ്ലാമിൻ്റെ ഉലമാക്കളുടെ ഒരു രീതി എന്ന് പറയുന്നത് പാവങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, വേദനിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. 600 കുടുംബത്തിൻ്റെ ഹൃദയവേദനകളുടെ കൂടെ നിന്നുകൊണ്ട് ആ വിഷയത്തിൻ്റെ നീതിയെപ്പറ്റി നാം ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾ, സഹോദരന്മാർ. അവരെ ആരോ പറഞ്ഞു പറ്റിച്ചു. അവർ ഇന്ന് താമസിക്കുന്ന വീടിൻ്റെയും പറമ്പിൻ്റെയും ആധാരം ലാമിനേറ്റഡ് കവറിൽ കൊണ്ടുകൊടുക്കും ഈ ബില്ല് പാസ്സായാൽ. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് വന്നപ്പോൾ കണ്ടവനുമില്ല കേട്ടവനുമില്ല എന്ന അവസ്ഥ വന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്ത ബോധമുള്ള പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവിനോട് വിനയാന്യതനായിട്ട് പറയട്ടെ, അങ്ങത് പറയാൻ പാടില്ലായിരുന്നു. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. മുനമ്പം വഖഫ് ഭൂമിയാണെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമേ ഇല്ല. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത് ആരാ? മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നത് കേരളത്തിലെ അന്യാധീനപ്പെട്ട വഖഫ് ഭൂമിയെ സംബന്ധിച്ച് പഠിക്കാൻ കേരളം ഭരിച്ച സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മീഷനാണ്, നിസാർ കമ്മീഷനാണ്. ആ നിസാർ കമ്മീഷൻ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. അതിനെതിരെ കൊടുക്കപ്പെട്ട കേസുകളിൽ ഹൈക്കോടതി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ആവേശപ്പുറത്ത് സംസാരിക്കുകയല്ല. ഇതാണ് മുനമ്പം 400.76 400 ഏക്കറും 76 സെന്റും മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജ് അധികൃതർക്ക് വഖഫ് കൊടുത്തു എന്ന് പറയുന്ന 1950 നവംബർ 1 വഖഫായി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട ആധാരമാണ്, അതിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. ഞാനത് വായിച്ചിട്ട് നേരം കളയുകയല്ല. അതിൽ കൃത്യമായ പരാമർശമുണ്ട്. 1950 നവംബർ 1 ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നത്. അതിൽ ആ ആധാരം വായിച്ചിട്ട് നേരം പോകണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് അതേ സംബന്ധിച്ച് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ എന്താണ് പറയുന്നത് അറിയോ? ആ ആധാരം ഫാറൂഖ് കോളേജിന് വഖഫായി കൊടുത്ത അത് വഖഫ് ഡീഡാണ്, ഗിഫ്റ്റ് ഡീഡല്ല. പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സിദ്ദീഖ് സേഠ് അദ്ദേഹമാണല്ലോ കൊടുത്തത്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിൽ ആയി 18 സർവേ നമ്പറുകളിൽ കിടക്കുന്ന 404.76 ഏക്കർ ഭൂമി 1950 നവംബർ 1 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2155/1950 നമ്പർ വഖഫ് ആധാര പ്രകാരം
ഫാറൂഖ് കോളേജ് പ്രസിഡന്റ് ഖാൻ ബഹാദൂർ PK ഉണ്ണിക്കമ്മു സാഹിബിന് നൽകി. ഇത് വഖഫ് ബോർഡിന്റെ രേഖയാണ്. വഖഫ് ബോർഡിന്റെ രേഖയാണ്. പിന്നെ ആർക്കാണ് ഇതിൽ തർക്കമുള്ളത്? ഈ സിദ്ദീഖ് സേട്ട് ഉപയോഗിച്ച വാക്കുകൾ നോക്ക്. പരമകാരുണികനും ദയാനിധിയുമായ ഏക ഇലാഹിന്റെ നാമത്തിൽ. ജനാധിപത്യമായ ഒരു സിസ്റ്റത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ പദം വരുമോ? നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ആധാരത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആധാരം ചെയ്യാറുണ്ടോ? അത് തന്നെ ഒരു സാഹചര്യ തെളിവല്ലേ? ശേഷം പറയുകയാണ് വഖഫ് ആധാരം, ആ വാക്ക് തന്നെ മെൻഷൻ ചെയ്തു. ഇസ്ലാമിക ആദർശപ്രകാരം യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ കേരളത്തിൻ്റെ ഐക്യബോധത്തെ, സാഹോദര്യത്തെ ശിഥിലീകരണ രാഷ്ട്രീയത്തിൻ്റെ മുനമ്പത്തെ കൊണ്ടുപോയതിൻ്റെ പിറകിലുള്ള പാപഭാരം, ഉത്തരവാദിത്ത ബോധം ഭാരം പേറേണ്ട ഒരു വിഭാഗം കൂടി ഇവിടെയുണ്ട്. നിസ്സംശയം പറയട്ടെ, കൃത്യവിലോപം ചെയ്ത് ഉത്തരവാദിത്ത ബോധമില്ലാതെ വഖഫ് ഭൂമിയെ വിറ്റ ഫാറൂഖ് കോളേജിൻ്റെ അക്കാലഘട്ടത്തിലെ അതിൻ്റെ ഭരണസമിതി, ആ ആളുകൾ, അവരെ ന്യായീകരിക്കുന്ന ആളുകൾ കൂടി കേൾക്കണം. അതിൽ പറഞ്ഞ വാക്കെന്താണ്? വഖഫ് ആധാരം എന്നാണ് പറഞ്ഞത്. കൂടാതെ സിദ്ദീഖ് സേട്ട് പറഞ്ഞു ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ, അടുത്ത വാക്കാണ് പ്രധാനം, എൻ്റെ ആത്മശാന്തിക്കായി ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടാനായി എന്ന് നമ്മുടെ ഭാഷ, അതിനു വേണ്ടിയാണ് ഞാൻ വഖഫ് ചെയ്യുന്നത് എന്ന് സിദ്ദീഖ് സേട്ട് പച്ച മലയാളത്തിൽ പറയുകയും അത് ഗവൺമെൻറ് അംഗീകരിക്കുകയും അതിനെതിരെ പോയ എല്ലാ ഹർജികളും രേഖ നോക്കി പറയൂ എന്ന് കോടതി തിരുത്തി അവരെ തിരിച്ചയക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെയാണ് കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാവി പ്രതീക്ഷയായ പ്രിയങ്കരനായ VD സതീശൻ അദ്ദേഹത്തിൻ്റെ പദവിയോട് ചേരാത്ത ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം അത് തിരുത്തിയേ പറ്റൂ. പിന്നെ നമ്മളവിടെ അന്ധമായി മുനമ്പത്തുകാരെ കേവലം കുടിയൊഴിപ്പിക്കണമെന്നല്ല പറയുന്നത്. വഖഫ് ഭൂമിയുടെ ഉടമസ്ഥത അള്ളാഹുവിനാണ്. ആ വഖഫ് ഭൂമി അത് മൗഖൂഫായിട്ട് തന്നെ നിലനിർത്തുകയും, എന്നിട്ട് നമ്മുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ പൊതുവികാരമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഉലമായിൻ്റെ പൊതുവികാരമാണ് ഞാൻ പറയുന്നത്, മസ്അലയോട് യോജിക്കുന്ന പൊതുവികാരമാണ് ഞാൻ പറയുന്നത്. ഔട്ട് ഓഫ് കോർട്ടിൽ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കണം. കോടതിക്ക് പുറത്താണ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കേണ്ടത്. ആ സെറ്റിൽമെൻറ്റിൽ ഇത് വഖഫായി വഖഫിൻ്റെ ആളുകൾക്ക് അതിൻ്റെ മുത്തവല്ലിമാർക്ക് തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം അതിന് തത്തുല്യമായ തേർഡ് പാർട്ടി വില കെട്ടിയിട്ട് അവിടെ വീട് ആ പറമ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വരുന്നവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുകയും ചെയ്യണം. ഇതല്ലേ നമുക്ക് പറയാനുള്ളത്? ഇതാർക്കെങ്കിലും എതിരാണോ? അപ്പോൾ പിന്നെ ഒരു ചോദ്യം വരും, ആരാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടത്? ഞാനൊരു ഗവൺമെൻറ്റിനെയും എതിർക്കുകയല്ല. ഉലമാഇൻ്റെ സൂഫികളുടെ പാരമ്പര്യം ഒരു സമരമുറ തുറക്കലല്ല. ഇതൊരു ഡയലോഗബിൾ സെഷനാണ്. ഇത് സമരസംഗമമല്ല, ഇത് സംവാദ സംഗമമാണ്. അതാണ് ഉലമാഇൻ്റെ രീതി, ആശയപ്രകാശന രീതിയാണ്. ബഹുമാനത്തോടെ പറയട്ടെ, കേരളം ഭരിച്ച ഏതാണ്ട് എല്ലാ സർക്കാരിനും ഇതിൽ പങ്കില്ലേ? എന്താ പങ്ക്? ഇത് ഒരേ സമയം റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിലും മുനമ്പം പെട്ടു, വഖഫിൻ്റെ പട്ടികയിലും മുനമ്പം പെട്ടു. എങ്ങനെയാണ് വഖഫിൻ്റെ ഭൂമി റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിൽ പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ? പെട്ടത് അതാണല്ലോ ചിലരുടെ പിടിവള്ളി. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തമില്ലാതെ വഖഫിൻ്റെ ഭൂമിയെ റവന്യൂ രജിസ്ട്രേഷനിൽ പെടുത്തിയതിൻ്റെ പേരിൽ ഏറെക്കുറെ ഏതാണ്ടല്ല ഗവൺമെൻറ്റിനും ഇതിൽ പങ്കുള്ളത് കൊണ്ട് നഷ്ടപരിഹാരം ഒന്നെങ്കിൽ പാതി ഗവൺമെൻറ് വഹിക്കട്ടെ, പാതി ഉത്തരവാദിത്ത ബോധമില്ലാതെ ആ ഭൂമി വിറ്റ മുതലാളിമാരോ അവരുടെ അനന്തരഗാമികളോ അവരെ ഏൽപ്പിക്കുന്നവരോ വഹിക്കട്ടെ. പ്രശ്നം ക്ലോസ്. എന്നാൽ പിന്നെ ഇവിടെ മുനമ്പത്ത് വിഭാഗീയത സൃഷ്ടിച്ച് ആ തീപ്പരിയിൽ നിന്ന് അധികാരം ചുട്ടെടുക്കാം. നേരത്തെ ഇവിടെ പാട്ടുപാടിയല്ലോ, വഖഫ് ഭൂമി കണ്ട് ആർക്കും രാപ്പനി ഉണ്ടാകണ്ട, ആ കട്ടിലിൽ കിടക്കാൻ ആർക്കും പൂതിയും ഉണ്ടാകണ്ട, കുപ്പായമിട്ട് വന്നവരൊക്കെ വന്ന വഴിക്ക് പൊക്കോളും. ഇങ്ങനെ പരിഹരിച്ചാൽ അതാണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട്, അതാണ് ഉലമാഇന്റെ നിലപാട്. അതുകൊണ്ട് ദിസ് മാസ് ക്രൗഡ് want to remind the authority of central government, the pioneer and policy makers behind the curtain of this Waqf Amendment Act, the celebrated lines of Rabindranath Tagore, the poem Heaven of Freedom. Humbly I would remind the authority of central government. The lines of Rabindranath Tagore, he calls this India heaven of freedom, and he wrote a poem, my heaven of freedom is where the mind is without fear.
and the head is held high, and the knowledge is free, and the world has not been broken up into fragments by the narrow domestic wars, and the words come from the depth of truth. Repeat the line. And the words come up from the depth of truth into that heaven of freedom. Oh my Father, let my country awake. ഞാൻ കിനാവ് കാണുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമി, രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ്, അല്ലെങ്കിൽ പാടുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ കിനാവ് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഒരു പൗരൻ്റെയും മനസ്സിൽ പേടിയില്ലാത്ത ഇന്ത്യയാണ് ഞാൻ കിനാവ് കാണുന്ന ഇന്ത്യ. വേർ ദി ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. അഭിമാനം കൊണ്ട് ഓരോ ഇന്ത്യക്കാരൻ്റെയും ശിരസ് പൊങ്ങി നിൽക്കുന്ന ഭൂമികയാണ്, മണ്ണാണ് ഞാൻ കിനാവ് കാണുന്ന ഇന്ത്യ. ആൻഡ് ദ നോളജ് ഈസ് ഫ്രീ. അവിടെ വിദ്യാഭ്യാസം സൗജന്യമാണ്. ആൻഡ് ദി വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ ദ നാരോ ഡൊമസ്റ്റിക് വാൾസ്. സങ്കുചിതമായ ശിഥിലീകരണ രാഷ്ട്രീയത്തിൻ്റെ പ്രലോഭനമേറ്റുകൊണ്ട് അവിടെ ഒരു മന്ദിരമോ ഒരു പാർപ്പിടമോ ഒരു ഭൂമികയോ ശൈഥില്യം അനുഭവിക്കുന്നില്ല. എൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും വിലക്കെടുത്ത ഒരു കാലഘട്ടത്തിൽ ടാഗോറിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ടാഗോർ പാടുന്ന മരുന്നിതാണ്. എൻ്റെ ഇന്ത്യ എന്ന് പറയുന്നത് വേർ, ആ മണ്ണിൽ ദ വേർഡ്സ് കം, വാക്കുകൾ വരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയുമോ? ഫ്രം ദി ഡെപ്ത് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന്. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക്. ഓ മൈ ഫാദർ, ദൈവമേ, ലെറ്റ് മൈ നാഷൻ അവേക്ക്, എൻ്റെ രാജ്യത്തെ ഉണർത്തിയാലും. അള്ളാഹു ഈ ചടങ്ങിനെ, ഓരോ മൗനവും സന്ദേശമായ ഈ മഹാസമ്മേളനത്തിന് അള്ളാഹു തുടർച്ചകൾ നൽകുമാറാകട്ടെ. അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്